ഏറെ രസകരമായ ഒരു ചലച്ചിത്രം ത്രൂ മൈ വിൻഡോ. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് നിശബ്ദമായ കോളേജ് ലൈബ്രറിക്കുള്ളിൽ ഒരു റൈറ്റിംഗ് വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നിടത്താണ്. ഒരു പ്രൊഫസർ അവിടെ ഉണ്ടായിരുന്ന ഒരു യുവതിയോട് അടുത്തു ചെന്ന് ചോദിച്ചു, നീ എന്താ എഴുതിയത്? അവൾ പതുക്കെ മറുപടി പറഞ്ഞു, ഒന്നും എഴുതിയിട്ടില്ല. എഴുതാൻ ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ വന്നത് എന്നാ പ്രൊഫസർ ചോദ്യം ചെയ്തു. പക്ഷേ സത്യം എന്തെന്നാൽ അവൾ എന്തൊക്കെയോ എഴുതിയിരുന്നു. അവൾ തന്റെ ചിന്തകൾ ഒരു പേപ്പറിൽ ശ്രദ്ധയോടെ പതിപ്പിച്ച ശേഷം അത് മടക്കി പോക്കറ്റിൽ ഒളിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഒന്നും വിശദീകരിക്കാതെ അവൾ നിശബ്ദമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ആ പെൺകുട്ടിയുടെ പേര് റാക്കോൽ എന്നാണ്. ശാന്തമായ ശബ്ദത്തിൽ അവൾ തന്റെ ലോകത്തെക്കുറിച്ചും തന്റെ ചുറ്റുപാടുകളെക്കുറിച്ചും നമ്മോട് പറയുകയാണ്. ഒരു മധ്യവർഗ കുടുംബത്തിൽ നിന്നുള്ള അവൾ ബാഴ്സലോണയിലെ സമ്പന്നരായ ഹിഡാൽഗോ കുടുംബത്തിന്റെ വലിയ കൊട്ടാരത്തിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു രാജകൊട്ടാരം പോലെ ഗംഭീരമാണ് ഹിഡാൽഗോ കുടുംബത്തിന്റെ ആഡംബര മന്ദിരം. റാക്കോൽ അമ്മയോടൊപ്പം താമസിക്കുന്ന ആ ചെറിയ വീടിന് തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടാണ് അത് നിലകൊള്ളുന്നത്. ഹിഡാൽഗോ കുടുംബത്തിൽ 3 ആൺമക്കളുണ്ട്. മൂത്തയാൾ ആർട്ടമിസ്, ഇളവൻ അപ്പോളോ, ഇതിനിടയിൽ രണ്ടാമത്തവനായ ഏരീസ്. റാക്കോലിന് പണ്ട് മുതലേ ഏരീസിനോട് ഒരു പ്രണയ താല്പര്യവും ക്രഷുമൊക്കെ ഉണ്ടായിരുന്നു. ഏരീസിനെ കുറിച്ച് ഏറെക്കുറെ എല്ലാം അവൾക്കറിയാം. അവന്റെ വർക്കൗട്ട് രീതികൾ, അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം അവളുടെ ലാപ്ടോപ്പിൽ വളരെ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർ ഇതുവരെ നേരിട്ട് സംസാരിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം റാക്കോലിന്റെ വൈഫൈ പെട്ടെന്ന് പ്രവർത്തിക്കാതായി. അവൾ തന്റെ റൂട്ടർ പരിശോധിച്ചു. ആ സമയം ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ അവൾ അപ്പോളോ അവിടെ പുറത്തിരുന്ന് വൈഫൈ ഉപയോഗിക്കുന്നത് കണ്ടു. അവൾ ചോദിച്ചു, നീ എന്റെ വൈഫൈ ആണോ ഉപയോഗിക്കുന്നത്? നിനക്കെങ്ങനെ പാസ്വേഡ് കിട്ടി? അപ്പോളോ സ്വാഭാവികമായി മറുപടി പറഞ്ഞു, എന്റെ സഹോദരൻ ഏരീസ എനിക്ക് ഈ പാസ്വേഡ് തന്നത്. എന്റെ മുറിയിൽ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരുന്നത്. പിന്നാലെ അവൻ അവിടെ നിന്ന് നടന്നുപോയി. ഏരീസ് അവളുടെ വൈഫൈ ഹാക്ക് ചെയ്തതാണ് എന്നവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ അറിയാതെയാണെങ്കിലും അപ്പോളോ കഥയുടെ ചക്രങ്ങൾ ചലിപ്പിച്ചു കഴിഞ്ഞിരുന്നു. കാരണം പങ്കുവയ്ക്കപ്പെട്ട ആ ഒരു പാസ്വേഡ് കാരണം എല്ലാം മാറാൻ തുടങ്ങുകയാണ്. അന്ന് രാത്രി വൈകി ജനലിനരികിൽ നിന്ന് കേട്ട വലിയ മ്യൂസിക് ശബ്ദം റാക്കോലിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. അവൾ ഉണർന്ന് ദേഷ്യത്തോടെ പുറത്തേക്ക് നോക്കി. നോക്കുമ്പോൾ ഏരീസ് താഴെ നിൽക്കുന്നു. അവളുടെ വൈഫൈ ഉപയോഗിച്ച് ലാപ്ടോപ്പിൽ നിന്നവൻ പാട്ടുകൾ ഉച്ചത്തിൽ വെച്ചിരിക്കുകയാണ്. നിരാശയിലും ദേഷ്യത്തിലും അവൾ അവനെ വിളിച്ച് ശബ്ദം കുറയ്ക്കാനും അവിടുന്ന് പോകാനും ആവശ്യപ്പെട്ടു. ഏരീസ് പക്ഷേ പിന്മാറുന്നതിന് പകരം മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്കെന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പൊ നിന്നെക്കുറിച്ചും എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയാം. ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ അവളെ ഒരു വിചിത്ര ജീവി എന്ന തരത്തിൽ വിളിച്ച് നടന്നു നീങ്ങി. റാക്കോലിനെ അത് ചെറുതായി ഒന്ന് പിടിച്ചുലച്ചിരുന്നു. അടുത്ത ദിവസം രാവിലെ കോളേജിൽ വെച്ച് റാക്കോൽ തന്റെ ഉറ്റ സുഹൃത്തായ യോഷിയെ കണ്ടുമുട്ടി. അവൻ എപ്പോഴത്തെയും പോലെ തമാശയായി പറഞ്ഞു, റാക്കോൽ, ഒരു ദിവസം ഞാൻ നിന്റെ ഭർത്താവാകും. അവൾ അത് എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു സുഹൃത്തിന്റെ തമാശയായി കരുതി ചിരിച്ചു തള്ളി. പിന്നീട് റാക്കോൽ കോളേജ് സ്പോർട്സ് ഗ്രൗണ്ടിലേക്ക് പോയി. മറ്റ് ആൺകുട്ടികളോടൊപ്പം വർക്കൗട്ട് ചെയ്യുന്ന ഏരീസിനെ ഒന്ന് കാണുക എന്നത് മാത്രമായിരുന്നു അവളുടെ യഥാർത്ഥ ലക്ഷ്യം. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. എല്ലാവരും അഭയം തേടി ഓടി. ഏരീസ് ആകട്ടെ തിരികെ വീട്ടിലേക്ക് നടക്കാനും ആരംഭിച്ചു. റാക്കോൽ കുറച്ചകലെ മാറി അവനെ നിശബ്ദമായി പിന്തുടർന്നു. എന്നാൽ പെട്ടെന്ന് അവനെ കാണാതായി. അവൾ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കുമ്പോ അബദ്ധത്തിൽ ഒരു ചെറിയ കുഴിയിൽ വീണു. മേലിലെ മണ്ണെല്ലാം തട്ടിമാറ്റി ഒരു തരത്തിൽ അവൾ വീണ്ടും എഴുന്നേറ്റ് ചുറ്റും നോക്കി. നോക്കുമ്പോ ഏരീസ് അതാ തൊട്ടു പിന്നിൽ നിൽക്കുന്നു. അവൾ ഞെട്ടിപ്പോയി. ഏരീസ് ശാന്തമായി ചോദിച്ചു, നീ എന്തിനാ എന്നെ പിന്തുടരുന്നത്? നാണക്കേട് തോന്നിയ റാക്കോൽ ഒന്ന് വിക്കി പറഞ്ഞു, ഞാൻ ആരെയും പിന്തുടരുകയായിരുന്നില്ല. ഏരീസ് കുറച്ചുകൂടി അടുത്തു വന്ന് അവളുടെ കയ്യിൽ എന്തോ എഴുതി. ഇതല്ലേ നിന്റെ വൈഫൈ പാസ്വേഡ് എന്നവൻ ചോദിച്ചു. അത് കിട്ടാൻ താൻ അവളുടെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്തിരുന്നു എന്നവൻ അവളോട് പറഞ്ഞു. അതിൽ കണ്ട മുഴുവൻ കാര്യങ്ങളും അവനെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അവളുടെ ആ ഉപകരണം മുഴുവൻ അവനെക്കുറിച്ചുള്ള ഫോട്ടോകളും കുറിപ്പുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ശാന്തമെങ്കിലും ദൃഢമായ ശബ്ദത്തിൽ അവൻ ചോദിച്ചു, നീ എന്തിനാ അതൊക്കെ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്താ കാരണം? പതുക്കെയുള്ള വിറയ്ക്കുന്ന ശബ്ദത്തിൽ റാക്കോൽ മറുപടി നൽകി, കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീയും എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏരീസ് ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്റെ ടൈപ്പ് പോലുമല്ല. എന്നാൽ റാക്കോൽ ധൈര്യത്തോടെ മറുപടി നൽകി, അത് നമുക്ക് നോക്കാം. ഇപ്പൊ തൽക്കാലം നീ എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ? തനിച്ചു പോകാൻ എനിക്ക് പേടിയാകുന്നു. അത് കേട്ട് കുസൃതി ചിരിയോടെ ഏരീസ് അത് സമ്മതിച്ചു. പക്ഷെ ഒരു നിബന്ധന വെച്ചു, നീ എന്നെ ഒന്ന് ചുംബിച്ച ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. റാക്കോൽ ഒന്നും അടിച്ചു. എന്നാൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നിയ ആ നിമിഷത്തിൽ അവൻ അടുത്തേ കാഞ്ഞു വന്നപ്പോ അവൾ തലയാട്ടി. ഏരീസ് പക്ഷേ പെട്ടെന്ന് പിന്മാറി. സമയം വൈകി, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെ നിശബ്ദമായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു.
അന്ന് രാത്രി വീട്ടിൽ തിരിച്ചെത്തിയുടൻ റാക്കുല ആദ്യം ചെയ്തത് അവളുടെ വൈഫൈ ഓഫാക്കുകയായിരുന്നു. സമാധാനപരമായ ഒരു വൈകുന്നേരം പ്രതീക്ഷിച്ച് അവൾ അമ്മയോടൊപ്പം അത്താഴം കഴിക്കാനായിരുന്നു. എന്നാൽ ലേരീസ് പെട്ടെന്ന് അവളുടെ മുറിയിലേക്ക് ഒളിച്ചു കടന്നു. അതോടെ കാര്യങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലേക്ക് മാറി. തിരികെ എത്തിയപ്പോൾ ഞെട്ടിപ്പോയ റാക്വൽ അവന് നേരിട്ടു. ഈ സമയത്ത് നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ പോലീസിനെ വിളിക്കും, അവൾ പറഞ്ഞു. ഏരീസ് പരിഹാസത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ആരോ വൈഫൈ ഓഫ് ചെയ്തു, ഞാനത് വീണ്ടും ഓൺ ചെയ്യാൻ വന്നതാണ്. പിന്നെ പെൺകുട്ടികൾ സാധാരണയായി തങ്ങൾക്കിഷ്ടമുള്ളവർക്കെതിരെ പോലീസിനെ വിളിക്കാറില്ലല്ലോ. അവനവളെ ശാന്തയാകാൻ ആവശ്യപ്പെട്ട് പതുക്കിയിരുത്തി. അതിനുശേഷം തികച്ചും ആത്മാർത്ഥമായ ഒരു ഭാവത്തോടെ മുട്ടുകുത്തി അവളുടെ പാദങ്ങളിൽ മൃദുവായി തൊടുകയും ഒരു ചെറിയ ചുംബനം നൽകുകയും ചെയ്തു. എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ റാക്കുലിന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനു മുമ്പ് ഏരീസ് ജനലിനടുത്തേക്ക് നടന്ന് ഒരു കുസൃതിച്ചിരിയോടെ തിരിഞ്ഞു നോക്കി ഗുഡ് നൈറ്റ് വിച്ച് എന്ന് പറഞ്ഞ് ആ ഇരുട്ടിലേക്ക് മറഞ്ഞു. അടുത്ത ദിവസം റാക്കുൽ ഒരു കഫേയിൽ ജോലി ചെയ്യുമ്പോൾ അവളുടെ സുഹൃത്ത് യോശി അവിടെ വന്നു. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏരീസും അവിടെ എത്തിയിരുന്നു. അവന്റെ കണ്ണിൽ പെടാതിരിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ കണ്ടെത്തുകയും തമാശയായി പറയുകയും ചെയ്തു. നല്ല രസമുള്ളൊരു ജോലി തന്നെയാണല്ലേ ഇത്. തുടർന്നവൻ അവളെ തന്റെ ക്ലബിന്റെ ഉദ്ഘാടന പാർട്ടിയിലേക്ക് അവളെ ക്ഷണിച്ചു. കൂടെ ആരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറയുകയും ചെയ്തു. അന്ന് രാത്രി ഏറെ ആവേശഭരിതയായ തന്റെ സുഹൃത്ത് ഡാനിയലേക്കൊപ്പമാണ് റാക്കുൽ അങ്ങോട്ടേക്ക് എത്തിയത്. ഏരീസ് ആ സമയം VIP സെഷനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അത് കണ്ട റാക്കുൽ പിന്നാലെ പോകാൻ നോക്കിയെങ്കിലും ഗാർഡ് അവളെ തടഞ്ഞു. ആ സമയത്താണ് ഏരീസിന്റെ മൂത്ത സഹോദരൻ ആർട്ടമിസ് വന്ന് അവളെ അകത്തേക്ക് വിടുന്നത്. എന്നാൽ ഏരീസിനെ അവിടെയെങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. പിൻവാതിലൂടെ പുറത്തിറങ്ങിയവൾ ശാന്തമായ ഒരു വഴിയിൽ അവൻ തനിച്ചു നിൽക്കുന്നത് കണ്ടു. അവൾ അടുത്തേക്ക് നടന്ന് അവനടുത്തെത്തി അവനെ പതുക്കെ ചുംബിച്ചു. ഏരീസ് പതിയെ പ്രതികരിക്കാൻ ആരംഭിച്ചു. എന്നാൽ റാക്വൽ ഒരു പരിഹാസ ചിരിയോടെ പിന്നോട്ട് മാറി പറഞ്ഞു, നീ ഒരു വിച്ചിനോടാ കളിച്ചത്, ഇതിത്രയുള്ളൂ. അവനൊന്ന് സ്തബ്ധനാക്കി നിർത്തിക്കൊണ്ട് അവൾ തിരികെ അകത്തേക്ക് നടന്നു. പിന്നീട് ഡ്രിങ്കിനായി ഓർഡർ ചെയ്യുമ്പോൾ അപ്പോളോ അവിടെ ഇരുന്ന് തന്റെ സഹോദരന്മാർ തന്നെ ഒരിക്കലും കുടിക്കാൻ അനുവദിക്കാറില്ല എന്ന് പരാതിപ്പെടുന്നത് അവൾ കണ്ടു. റാക്കുൽ ഒരു ഡ്രിങ്ക് വാങ്ങി അവന് നൽകി. അത് കുടിച്ചതും അവന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. റാക്കുലും ഡാനിയലയും അവനെ നൈസായി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെങ്കിലും അവൻ അതിന് വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത്. റാക്കുൽ അതോടെ ഏരീസിനെ വിളിക്കാൻ ഫോൺ എടുത്തു. പക്ഷേ അപ്പോളോ അത് തട്ടിത്തെറിപ്പിച്ച് പൊട്ടിച്ചു. വേറെ വഴിയില്ലാത്തതിനാൽ റാക്കുൽ അവനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവളുടെ കട്ടിലിൽ കിടന്ന് മയങ്ങിപ്പോയി. വൈകാതെ ഏരീസ് അങ്ങോട്ടേക്കെത്തി. സാഹചര്യം കണ്ട് അവൻ റാക്കുലിനെ വഴക്ക് പറഞ്ഞു. നീ എന്തിനാ അവന് കുടിക്കാൻ കൊടുത്തത്? അതവന് താങ്ങാൻ കഴിയില്ല എന്നെനിക്കറിയാമായിരുന്നു. എന്തായാലും ഇപ്പോ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. രാവിലെ അച്ഛൻ ജോലിക്ക് പോകുന്നതുവരെ ആ മുറിയിൽ തുടരാൻ അവൻ തീരുമാനിച്ചു. ഏരീസ് അപ്പോളോയുടെ അടുത്ത് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ റാക്കുലും നിശബ്ദമായി ആ ബെഡിൽ കിടന്നു. അടുത്ത ദിവസം രാവിലെ റാക്കുൽ കഴിഞ്ഞ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ സുഹൃത്തുക്കളുമായി ആവേശത്തോടെ പങ്കുവെച്ചു. എല്ലാ വിവരങ്ങളും കേട്ട ഡാനിയേല വളരെയധികം സന്തോഷിക്കുകയാണ്. അന്ന് പിന്നീട് റാക്കുലും യോശിയും പഠിക്കാനായി അവളുടെ വീട്ടിലേക്ക് മടങ്ങി. ആ സമയത്ത് അവൾക്ക് സർപ്രൈസായി ഒരു ഗിഫ്റ്റ് കിട്ടി. ഒരു ചെറിയ കുറിപ്പോടുകൂടി. ആ ഗിഫ്റ്റിൽ പുതിയൊരു ഫോണായിരുന്നു. അത് ഏരീസ് അയച്ചതാണ്. സന്തോഷം തോന്നിയെങ്കിലും റാക്കുൽ ആശയക്കുഴപ്പത്തിലായി. അതോടെ ആ ഫോൺ തിരികെ നൽകാൻ തീരുമാനിച്ച് അവൾ അവരുടെ വീട്ടിലേക്ക് പോയി. യോശിയോട് അവിടെ തന്നെ നിൽക്കാൻ അവൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഏരീസിന്റെ വീടിന്റെ പുറത്തു വെച്ച് അവൾ അവിടുത്തെ സെക്രട്ടറിയായ ക്ലോഡിയയെ കണ്ടുമുട്ടി. അവൾ റാക്കുലിനെ അകത്തേക്ക് കടത്തിവിട്ടു. മടികൂടാതെ റാക്വൽ നേരെ ഏരീസിന്റെ മുറിയിലേക്ക് നടന്നു ചെന്ന് ഫോൺ തിരികെ നൽകാൻ ശ്രമിച്ചു. എന്നാൽ ഏരീസ് ശാന്തമായി പറഞ്ഞു, സമ്മാനങ്ങളാരും തിരികെ കൊടുക്കാറില്ല. കൂടാതെ എന്റെ സഹോദരനാണ് നിന്റെ ഫോൺ പൊട്ടിച്ചത്. അതുകൊണ്ട് ഇതിന് നിനക്ക് അർഹതയുണ്ട്. പക്ഷേ റാക്വല് നിർബന്ധപൂർവം പറഞ്ഞു, എന്റെ ഫോണിന്റെ സ്ക്രീൻ മാത്രമാ പൊട്ടിയത്. എന്റെ പഴയ ഫോണിന് ഒരു കുഴപ്പവുമില്ല, ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവൾ ആ ഫോൺ അവിടെ വെച്ച് പോകാൻ തിരിയുമ്പോ ഏരീസ് പതുക്കെ അവളുടെ കയ്യിൽ പിടിച്ച് മൃദുവായി പറഞ്ഞു, എനിക്ക് നിന്നെ ചുംബിക്കണം. റാക്വൽ കൈ വിടുവിച്ച് കുറച്ചടി മുന്നോട്ടേക്ക് നടന്നു. എന്നാൽ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു വന്ന് അവനെ ചുംബിച്ചു. ശാന്തവും വികാരഭരിതവുമായ ആ നിമിഷത്തിൽ അവർ ഒന്നിക്കുകയായിരുന്നു. ഇരുവരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പിന്നീട് കുറച്ചു കഴിഞ്ഞ് ഏരീസ് പിന്മാറി വീഡിയോ ഗെയിം കളിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് അവനിങ്ങനെ പിന്മാറിയതും അകൽച്ച കാണിച്ചതിലും റാക്വലിന് വിഷമം തോന്നി. അവൻ ഇറങ്ങാൻ നിൽക്കുമ്പോ ഫോണും കൂടി കൊണ്ടുപോക്കോളൂ എന്നവൻ പറഞ്ഞു. റാക്വൽ ദേഷ്യത്തോടെ ഫോൺ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. വീട്ടിൽ തിരിച്ചെത്തി അവൾ യോശിയോട് പറഞ്ഞു, ഇന്ന് പഠിക്കാനൊന്നും എനിക്ക് മൂടില്ല, നീ പൊക്കോ. എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് യോശിക്ക് മനസ്സിലായി. അവൻ കൂടുതലൊന്നും ചോദിച്ചില്ല.
അടുത്ത ദിവസം റാക്വൽ റൈറ്റിംഗ് വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റാക്വലിന് ഏരീസിൽ നിന്ന് ഒരു ഫോട്ടോ സന്ദേശം ലഭിച്ചു. അവൻ ധരിച്ചിരുന്നത് അവളുടെ മാലയായിരുന്നു. അതവന്റെ മുറിയിൽ വെച്ച് മറന്നുപോയ കാര്യം അവൾ പെട്ടെന്നോർത്തു. അത് തിരികെ വാങ്ങാനുറച്ച് അവൾ നേരെ അവന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഏരീസ് തന്റെ സുഹൃത്തുക്കളോടൊപ്പം പൂളിൽ സമയം ചെലവിടുന്നത് അവൾ നോക്കി കണ്ടു. അവൾക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നതിനു മുമ്പ് ഏരീസ് അവളെയും കൂട്ടി വെള്ളത്തിലേക്ക് ചാടി. റാക്വൽ വിളിച്ചു പറഞ്ഞു, എന്താ ഈ വെള്ളത്തിന് ഇത്ര ഉപ്പുവെള്ളത്തിന്റെ രസം? ഏരീസ് പറഞ്ഞു, എനിക്ക് ക്ലോറിൻ അലർജിയാണ്, ഞങ്ങളത് ഉപയോഗിക്കാറില്ല. ദേഷ്യം വന്നി അവൾ പറഞ്ഞു, ഞാനിവിടെ നീന്താനൊന്നും വന്നതല്ല, എനിക്കെന്റെ മാല തിരിച്ചു കെട്ടണം. ഏരീസ് അവളെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ കഴുത്തിൽ ആ മാല ശ്രദ്ധയോടെ അണിയിച്ചു. അവരുടെ ആ അടുപ്പം അവരുടെ വികാരങ്ങളെ വീണ്ടും ഉണർത്തി. അവർ വീണ്ടും പരസ്പരം ആകർഷിക്കപ്പെട്ടു. എന്നാൽ അതിനുശേഷവും ഏരീസ് അസ്വസ്ഥനായും പരിഭ്രാന്തനായും ഒരു വാക്കുപോലും പറയാതെ പെട്ടെന്ന് മുറിയിൽ നിന്നിറങ്ങിപ്പോയി. തൊട്ടടുത്ത നിമിഷത്തിൽ ക്ലോഡിയ അകത്തേക്ക് വന്നു. റാക്വലിനെ അവിടെ അർദ്ധനഗ്നിയായി കണ്ട് വളരെ മോശമായി പെരുമാറുകയും ചെയ്തു. മുറിക്ക് തൊട്ടുപുറത്തുനിന്ന് ഏരീസ് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും അവനതിൽ ഇടപെട്ടൊന്നുമില്ല. അതോടെ നിരാശയും വിഷമവും തോന്നിയ റാക്വൽ നിശബ്ദമായി അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് മടങ്ങി. മറുവശത്ത് വീട്ടിൽ തിരിച്ചെത്തിയ ഏരീസിന് ഒരു സമാധാനവുമില്ലായിരുന്നു. അവൻ റാക്വലിന്റെ വൈഫൈയുമായി കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് നടക്കുന്നുണ്ടായിരുന്നില്ല. അവൾ പാസ്വേഡ് മാറ്റിയിരുന്നു. അവനത് ഹാക്ക് ചെയ്യാൻ നോക്കി. ഒടുവിൽ ആ പാസ്വേഡ് കണ്ടതും അവൻ ഒന്ന് ഞെട്ടി. പാസ്വേഡ് ഒരു ചീത്തവാക്കായിരുന്നു. ഏരീസിനെ അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ച് അവൾ ഇട്ടത്. ദേഷ്യം വന്ന് അവൻ റാക്വലിന് സന്ദേശം അയച്ചു, എനിക്കിപ്പോ നിന്നോട് വെറുപ്പാണ്. അന്ന് രാത്രിയിൽ റാക്വൽ നല്ലവണ്ണം മദ്യപിച്ചായിരുന്നു വീട്ടിൽ തിരിച്ചെത്തിയത്. എന്നാൽ വീട് പൂട്ടിയിരിക്കുകയായിരുന്നു. അവൾക്ക് താക്കോൽ കണ്ടെത്താനും കഴിഞ്ഞില്ല. നിസ്സഹായിയായി പുറത്തിരിക്കുന്ന അവളെ ഏരീസ് കണ്ടു. നിശബ്ദമായി അവളെ എടുത്ത് അവൻ അവളുടെ മുറിയിലെത്തിച്ചു. അവൾ കട്ടിലിൽ കിടക്കുമ്പോ പതുക്കെ പറഞ്ഞു, എനിക്കൊരു കഥ പറഞ്ഞു തരാമോ? എന്നിട്ട് നീ എന്റെ ജീവിതത്തിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോക്കോളൂ. ഏരീസ് തന്റെ സ്വന്തം ജീവിതത്തിലെ വളരെ വ്യക്തിപരമായ ഒരു കഥ അവളോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. അവൻ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് സംസാരിച്ചു. അവന്റെ മാതാപിതാക്കൾ സാധാരണ ദമ്പതികളെ പോലെ നടിക്കുമ്പോഴും വ്യത്യസ്തരായ ആളുകൾക്കൊപ്പം ജീവിക്കുന്നത് അവൻ നേരിട്ട് കണ്ടതും അതവനിൽ എത്രത്തോളം മുറിവുകൾ ഉണ്ടാക്കിയെന്നും അവൻ വിശദീകരിച്ചു. അവന്റെ അച്ഛൻ ഒരിക്കൽ അവനോട് പറഞ്ഞിരുന്നു, ഒരിക്കലും പ്രണയത്തിൽ വീഴരുത്, പ്രണയം നമ്മളെ ദുർബലരാക്കും. അതവനെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നു. ആ ഭയമാണ് കഴിഞ്ഞ തവണ അവളിൽ നിന്ന് ഓടിയൊളിക്കാൻ അവനെ പ്രേരിപ്പിച്ചത് എന്ന് ഏരീസ് അവളോട് പറഞ്ഞു. അവൻ അവളെ പ്രണയിക്കാൻ ആരംഭിച്ചിരുന്നു. അതവനെ ഭയപ്പെടുത്തുകയും ചെയ്തു. അവൻ സംസാരിക്കുമ്പോ റാക്വൽ പതിയെ ഉറക്കത്തിലേക്ക് വീണു. അടുത്ത ദിവസം രാവിലെ റാക്വലിന്റെ അമ്മ അവളെ വിളിച്ചുണർത്തി. അവൾ തന്റെ ഫോൺ പരിശോധിച്ചു. ഏരീസ് അവൾക്ക് സന്ദേശം അയച്ചിരുന്നു. പക്ഷെ അവൾ അത് വായിക്കുന്നതിന് മുമ്പേ അതവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അവൾ അതിന് മറുപടിയായി ലീവ് മീ എലോൺ എന്ന് ടൈപ്പ് ചെയ്തു. എന്നാൽ അവൾ അത് അയച്ചില്ല. അതേസമയം മറുവശത്ത് അവളുടെ ഒരു സന്ദേശവും പ്രതീക്ഷിച്ച് ഏരീസ് ഇടയ്ക്കിടയ്ക്ക് തന്റെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവന്റെ അച്ഛനും മൂത്ത സഹോദരനും അവനെ വിളിച്ചത്. അവന്റെ കോളേജിൽ നിന്ന് അവർക്ക് മറ്റൊരു പരാതി കൂടി ലഭിച്ചിരുന്നു. കർക്കശക്കാരനായ അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞു, നിനക്കിങ്ങനെയെല്ലാത്തിൽ നിന്നും ഓടിയൊളിക്കാൻ കഴിയില്ല. നീ നിന്റെ ഇക്കണോമിക്സ് ബിരുദം വേഗത്തിൽ പഠിച്ച് പൂർത്തിയാക്കൂ. എന്നിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്യൂ. പിന്നെ നീ ആ പെൺകുട്ടിയുടെ കാര്യം മറന്നേക്ക്. നീ വെറുതെ നിന്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏരീസിന്റെ മൂത്ത സഹോദരൻ റാക്വലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരുടെ അച്ഛനെ അറിയിച്ചിരുന്നു. ഏരീസിനും അത് വ്യക്തമായി. അടുത്ത ദിവസം റാക്വൽ ലൈബ്രറിയിൽ യോഷിയോടൊപ്പം നിശബ്ദമായിരുന്നു പഠിക്കുകയായിരുന്നു. അപ്പോ പെട്ടെന്ന് ഏരീസ് അകത്തേക്ക് കയറി വന്നു. അവളോട് ക്ഷമ ചോദിച്ചു. എന്നാൽ ഇപ്പോഴും ആഴത്തിൽ മുറിവേറ്റിരുന്ന റാക്വൽ അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്തു, നീ എന്താ കരുതിയത്? നീ ഒരു ക്ഷമ ചോദിച്ച നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് ക്ഷമിക്കുമെന്നോ? ഏരീസ് വിനയത്തോടെ മറുപടി നൽകി, ചെയ്തതിനൊക്കെയും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണ്. എനിക്കിതിനു മുമ്പ് ആരോടും ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ നശിപ്പിച്ചതൊക്കെയും എനിക്ക് ശരിയാക്കണം. അവൻ പിന്നാലെ അവളെ ഒരു കോസ്റ്റ്യൂം പാർട്ടിക്ക് തന്റെ പാർട്ട്ണറായി ക്ഷണിച്ചു. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം റാക്വൽ സമ്മതിച്ചു. എന്നാൽ യോഷി ഇതൊക്കെയും ഒളിച്ചു കേൾക്കുന്നുണ്ടായിരുന്നു. അതവന്റെ ഹൃദയം തകർത്തു. ഇതൊന്നും അവർ അറിഞ്ഞിരുന്നില്ല. അവൻ ഒരുപാട് കാലമായി റാക്വലിനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. തന്റെ വികാരങ്ങൾ അടക്കിപ്പിടിച്ചുകൊണ്ട് അവൻ പിന്നീട് റാക്വലിനോട് പറഞ്ഞു, നീ ഏരീസിന് മറ്റൊരു അവസരം കൂടി നൽകുന്നത് വലിയ തെറ്റാണ്. അവൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയാം, നിനക്കും അറിയാം. മറ്റുള്ളവരെ പോലെ അവൻ നിന്നെ വീണ്ടും വേദനിപ്പിക്കുകയുള്ളൂ. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോ എന്റെ അടുത്ത് വന്ന് കരയാൻ നിന്നേക്കരുത്. അടുത്ത തവണ ഞാൻ നിനക്കായി അവിടെ ഉണ്ടാവില്ല. റാക്വൽ മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങനെ
ഏരീസിന്റെയും റാക്കുലിന്റെയും ഡേറ്റിന്റെ ദിവസം വന്നെത്തി. എന്നാൽ അവളെ പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നതിനു പകരം ഏരീസ് അവളെ മറ്റൊരിടത്തേക്കായിരുന്നു കൊണ്ടുപോയത്. അവൻ അവളെ അവരുടെ ഓഫീസ് കെട്ടിടത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ മനോഹരമായി ഒരു പ്രൈവറ്റ് ഡിന്നർ ഒരുക്കിയിരുന്നു. റാക്കുൽ അത്ഭുതപ്പെട്ടു. നമ്മൾ അത്താഴം കഴിക്കും, പക്ഷേ അതിനുശേഷം എന്താ? റാക്കുൽ ചോദിച്ചു. ഏരീസ് അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, അതിനുശേഷം എന്ത് വേണമെങ്കിലും ആകാം, അത് നിനക്ക് സെലക്ട് ചെയ്യാം, അത് നിന്റെ ഇഷ്ടമാണ്. അവർ ആ വൈകുന്നേരം മുഴുവൻ സംസാരിച്ചും ചിരിച്ചും കഥകൾ പങ്കുവെച്ചും ഒരുപാട് സമയം സന്തോഷത്തോടെ ചിലവഴിച്ചു. അത്താഴത്തിനു ശേഷം ആ നിമിഷത്തിന്റെ ആവേശത്തിൽ അവർ തമ്മിലുള്ള അടുപ്പം കൂടി. ശാരീരികമായ ആകർഷണം മാത്രമായിരുന്നില്ല, അവർക്കിടയിൽ വളരുന്ന ആഴത്തിലുള്ള മറ്റെന്തോ ഒന്ന് പ്രകടമായിരുന്നു. പക്ഷേ അധികം വൈകാതെയായിരുന്നു ആ സ്വപ്നം തകരാൻ തുടങ്ങിയത്. ഒരു വൈകുന്നേരം കുടുംബത്തോടൊപ്പം അത്താഴം കഴിക്കുമ്പോൾ ഏരീസിന്റെ അച്ഛൻ പെട്ടെന്ന് ആ റൂഫ് ടോപ്പ് ഡിന്നറിന്റെ ഒരു വീഡിയോ ഏരീസിനെ കാണിച്ചു. അവന്റെ അച്ഛൻ തണുത്ത ശബ്ദത്തിൽ അവനോടായി പറഞ്ഞു, ആ പെൺകുട്ടിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ്. ഇതെങ്ങാനും മറ്റൊരിടത്ത് വെച്ചായിരുന്നു നടന്നതെങ്കിൽ നിന്റെ കരിയറും ജീവിതവും തന്നെ അവസാനിച്ചേനെ. ദേഷ്യത്താലും പ്രതിഷേധത്താലും ഏരീസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അതിൽ പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് ഈ കമ്പനിയുടെ ഭാഗമാകണമെന്നുമില്ല. ഞാൻ ഈ എക്കണോമിക്സ് ബിരുദത്തെക്കുറിച്ച് ചിന്തിക്കാനും പോകുന്നില്ല, എനിക്കതിന് താല്പര്യവുമില്ല. അവൻ വീട്ടിൽ നിന്നിറങ്ങി റാക്കുൽ ജോലി ചെയ്യുന്ന കഫയിലേക്ക് പോയി. തന്റെ ജീവിതത്തിൽ ആദ്യമായി പാരമ്പര്യത്തെക്കാളും കുടുംബത്തെക്കാളും പ്രണയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവൻ അവളോടൊപ്പം അവിടെ ജോലി ചെയ്യാൻ ആരംഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏരീസിന്റെ മൂത്ത സഹോദരൻ ആർട്ടമിസ് ഏരീസിന്റെ മുറിയിലേക്ക് വന്നു. കഫയുടെ പേരുള്ള ഒരു തൊപ്പി ശ്രദ്ധിച്ചു. ജിജ്ഞാസയോടെ അവൻ ആ വിലാസം തിരഞ്ഞുപിടിച്ച് അങ്ങോട്ടേക്ക് പോയി. അവിടെ റാക്കുലിനൊപ്പം ഏരീസ് കൗണ്ടറിന് പിന്നിൽ ജോലി ചെയ്യുന്നത് കണ്ട് മൂത്ത സഹോദരൻ അത്ഭുതപ്പെട്ടു. താമസിയാതെ ആർട്ടമിസ് അവരുടെ വീട്ടിൽ ഒരു കോർപ്പറേറ്റ് പാർട്ടി നടത്തുകയായിരുന്നു. ഏരീസ് റാക്കുലിനെ തന്റെ കുടുംബത്തിന് പരിചയപ്പെടുത്താൻ കൂടെ കൂട്ടി. പക്ഷേ അങ്ങോട്ടേക്ക് താൻ വെൽക്കം ചെയ്യപ്പെടുമോ എന്നറിയാതെ റാക്കുൽ പ്രകടമായി തന്നെ പരിഭ്രാന്തിയിലായിരുന്നു. പക്ഷേ അവളൊരു കാര്യം അറിഞ്ഞിരുന്നില്ല, അവളുടെ അമ്മ ആ പാർട്ടിയിൽ ഒരു കാറ്ററിംഗ് ജീവനക്കാരിയായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവർ അവിടെ എത്തിയതും മൂത്ത സഹോദരൻ ആർട്ടമിസ് ക്രൂരമായൊരു നീക്കം നടത്തി. ജീവനക്കാരുടെ അടുക്കൽ റാക്കുലിന്റെ അമ്മയെ ഡ്രിങ്ക്സുമായി അവരുടെ അടുത്തേക്ക് അയക്കാനായി ആംഗ്യം കാട്ടി. അങ്ങനെ അവളുടെ അമ്മ ഡ്രിങ്ക്സുമായി അവരുടെ മുമ്പിലെത്തി. റാക്കുൽ അത് കണ്ടതും ആകെ തകർന്നുപോയി. അപമാനിതയായി അവൾ കണ്ണീരോടെ പുറത്തേക്കൂടി. തന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവർ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന കാര്യം റാക്കുൽ തിരിച്ചറിഞ്ഞിരുന്നു. ഏരീസും അറിഞ്ഞുകൊണ്ടാണിത് നടത്തിയത് എന്നായിരുന്നു അവൾ ചിന്തിച്ചത്. ഏരീസ് അവളെ തടയാൻ നോക്കിയെങ്കിലും ഏരീസിനെ തല്ലിക്കൊണ്ട് അവൾ അവിടുന്ന് പോയി. വീട്ടിലെത്തി അവൾ പൊട്ടിക്കരഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ഏരീസ് അവളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും അവൾ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇരുവരും തമ്മിൽ വികാരഭരിതമായ ഒരു സംഭാഷണത്തിന് അവസരമൊരുങ്ങി. രണ്ടുപേരും പരസ്പരം ക്ഷമ ചോദിക്കുകയും ചെയ്തു. പിന്നീട് പ്രോം പാർട്ടിക്ക് തനിക്ക് കൂട്ടുവരാമോ എന്ന് ഏരീസ് ചോദിച്ചു. താൻ വരാതിരിക്കുന്നതാവും നല്ലത് എന്നായിരുന്നു റാക്കുൽ തണുപ്പൻ മട്ടിൽ മറുപടി പറഞ്ഞത്. അവൾ നടന്നു പോവുകയും ചെയ്തു. അന്ന് രാത്രി അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടന്നത് അത്രയും പറഞ്ഞു. അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ അമ്മ തന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു കാര്യം പങ്കുവെച്ചു. റാക്കുലിന്റെ അച്ഛൻ കഴിവുള്ളൊരു എഴുത്തുകാരനായിരുന്നു. എന്നാൽ ഒരിക്കലും അദ്ദേഹം തന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചില്ല. അത് നല്ലതല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവനിൽ തന്നെ ഒരു വിശ്വാസമില്ലാതിരുന്നത് കൊണ്ടായിരുന്നു. തുടർന്ന് അമ്മ പതുക്കെ പറഞ്ഞു, നിനക്ക് ഏരീസിനോട് താല്പര്യമുണ്ടെങ്കിൽ അവനോട് സംസാരിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോ നമ്മൾ ആ പ്രശ്നമാണ് പരിഹരിക്കേണ്ടത്. അല്ലാതെ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് വന്നതൊരു വസ്തുവിനാണെങ്കിൽ ആ വസ്തു മുഴുവനായി എറിഞ്ഞുകളയുകയല്ല ചെയ്യേണ്ടത്. അമ്മയുടെ വാക്കുകൾ അവളുടെ കണ്ണു തുറപ്പിച്ചു. ഏരീസിനെ താൻ തെറ്റിദ്ധരിക്കുകയായിരുന്നോ എന്നുപോലും അവൾ ചിന്തിച്ചു. റാക്കുൽ ഒട്ടും സമയം കളഞ്ഞില്ല. കാര്യങ്ങൾ ശരിയാക്കാൻ ഉറച്ച് അവൾ ഏരീസിന്റെ വീട്ടിലേക്ക് ഓടി. ആർട്ടമിസ് അവളെ തന്റെ സഹോദരനെ കാണുന്നതിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്നുവെങ്കിലും അവൾ പുറത്തുനിന്ന് തന്നെ ഏരീസിനോട് വിളിച്ച് ക്ഷമ ചോദിച്ച ശേഷം അവിടെ നിന്നിറങ്ങിപ്പോന്നു. പുറത്തിറങ്ങിയതും അവൾ അവന് ഹൃദയസ്പർശിയായ ഒരു സന്ദേശം അയച്ചു. ഞാൻ പ്രോം പാർട്ടിയിൽ നിനക്കായി കാത്തിരിക്കുമെന്നായിരുന്നു അത്. അന്ന് രാത്രി അവൾ പാർട്ടിയിലേക്ക് എത്തി. മറ്റുള്ളവർ നൃത്തം ചെയ്യുന്നത് നോക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ജനക്കൂട്ടത്തിനിടയിൽ ഏരീസ് വന്നോ എന്ന് തിരയുകയായിരുന്നു. മറുവശത്ത് ഏരീസ് ആകട്ടെ മെസ്സേജ് കണ്ട ശേഷം പാർട്ടിയിലേക്ക് ഓടുകയായിരുന്നു. എന്നാൽ അവൻ ഗേറ്റിലെത്തിയപ്പോഴേക്കും യോശി അവനെ തടഞ്ഞു. ഏരീസ് റാക്കുലിന്റെ വികാരങ്ങൾ വെച്ച് കളിക്കുകയാണ് എന്നവൻ ആരോപിച്ചു. അവൻ അവളെ ഉപയോഗിച്ച ശേഷം എപ്പോഴത്തെയും പോലെ ഉപേക്ഷിക്കും എന്ന തരത്തിൽ പറഞ്ഞ് അവനെ ചോദ്യം ചെയ്തു. അവർ തമ്മിലുള്ള വാക്കുതർക്കം മുറുകുകയും അവനോട് സംസാരിക്കാൻ ഏരീസ് അവനെയും കൊണ്ട് പോളിന്റെ ഭാഗത്തേക്ക് മാറുകയും ചെയ്തു. എന്നാൽ ആ തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങി. പിടിവലിക്കിടയിൽ ഏരീസ് ആ വെള്ളത്തിലേക്ക് വീണു. ആ പൂളിൽ ക്ലോറിൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഏരീസിന് അത് അലർജിയുള്ളതാണ്. അവന് പതിയെ ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. അവൻ ആ വെള്ളത്തിൽ മുങ്ങിത്താഴാനും ആരംഭിച്ചു.
പരിഭ്രാന്തനായ യോഷി റാക്കുലിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഏരീസ് അവൾക്കായി വന്നിരുന്നുവെന്നും എന്നാൽ തങ്ങൾ തമ്മിൽ വഴക്കുണ്ടായപ്പോ അവൻ പൂളിൽ വീണുമെന്നും എല്ലാം തുറന്നു പറഞ്ഞു. ഭയന്നുപോയ റാക്വൽ അങ്ങോട്ടേക്ക് ഓടിയെത്തി ഏരീസ് ബോധരഹിതനായി കിടക്കുന്നത് കണ്ടു. യോഷിയും റാക്കുലും ചേർന്നവനെ പുറത്തെടുത്തു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. റാക്വൽ അവന്റെ അരികിൽ തന്നെ ഇരുന്ന് അവനെ പരിചരിച്ചു. ആ നിശബ്ദ നിമിഷങ്ങളിൽ തങ്ങളുടെ മകനെ നഷ്ടപ്പെടുന്നത് അവന്റെ പ്രണയത്തെ അംഗീകരിക്കുന്നതിനേക്കാൾ എത്രയോ ഭയാനകമാണെന്ന് ഏരീസിന്റെ കുടുംബം ഒടുവിൽ തിരിച്ചറിയുകയും ചെയ്തു. അധികം വൈകാതെ ഏരീസ് സുഖപ്പെട്ടു. കുടുംബത്തിന്റെ പ്രഷർ ഒന്നുമില്ലാതെ ഏരീസ് പണ്ട് മുതലേ ആഗ്രഹിച്ചിരുന്ന മെഡിസിൻ പഠിക്കുക എന്ന തന്റെ സ്വപ്നത്തിനായി പുറപ്പെട്ടു. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായി ഏരീസും റാക്കുലും തമ്മിലുള്ള ബന്ധം തുടർന്നു. അത് വേദനാജനകമായിരുന്നെങ്കിലും ഏരീസ് എല്ലാ ദിവസവും അവളെ വീഡിയോ കോൾ ചെയ്യും. വല്ലപ്പോഴും ഒന്ന് കാണാനെത്തും. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. കഥ അവിടെ നിന്നും ഇതെല്ലാം റാക്വൽ വായിച്ചു നിർത്തുന്നിടത്തേക്കെത്തുന്നു. റാക്വൽ ഒരു നോവൽ എഴുതിയിരുന്നു. ത്രൂ മൈ വിൻഡോ അഥവാ എന്റെ ജനലിലൂടെ എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. അത് വായിച്ചു നിർത്തിയതും കേൾവിക്കാരായ ജനക്കൂട്ടം കണ്ണീരോടെ അത് കേട്ടിരിക്കുകയായിരുന്നു. അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അവളുടെ സ്വന്തം പ്രണയകഥ അതവൾ പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ റാക്വൽ കട്ടിലിൽ കിടന്ന് ഏരീസിന്റെ സന്ദേശം വായിച്ചു. അവൾ അവനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റ് ജനലിന്റെ അടുത്തേക്ക് നോക്കിയപ്പോ അവിടെയതാ ഏരീസ് വന്നിരിക്കുന്നു. അവൾക്കൊരു സർപ്രൈസായി എത്തിയതായിരുന്നു അവൻ. അവർ ഒന്നിച്ച് സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു പ്രണയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.